നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരിമല വിമാനത്താവള നിർമ്മാണം ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഇറങ്ങി. 1000.28 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കും. ആക്ഷേപങ്ങൾ അറിയിക്കാൻ സമയം. പാലാ പുലിയന്നൂർ ബൈപ്പാസ് ജംഗ്ഷൻ സ്ഥിരം അപകട മേഖലയാകുന്നു. രാവിലെ ബൈക്ക് അപകടത്തിൽ പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. അപകടം പതിവായിട്ടും മുൻകരുതലെടുക്കാതെ അധികൃതർ. നാട്ടകം, ചിങ്ങവനം മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാത്തതിനെതിരെ കോൺഗ്രസ്. നാട്ടകത്തെ കുടിവെള്ള ടാങ്കിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറങ്ങി. തിരുവനന്തപുരം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റാണ് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത്. ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് വിജ്ഞാപനം ഇറക്കി. 1000.28 ഹെക്ടർ ഭൂമിയാണ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത്. പ്രദേശത്ത് ബിസിനസ് നടത്തുന്നവർക്കും വീട് നഷ്ടമാകുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് വിജ്ഞാപനത്തിൽ ഉറപ്പു നൽകുന്നു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിശദാംശങ്ങളും വിജ്ഞാപനത്തോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോട്ടയം സ്പെഷ്യൽ തഹസിൽദാറിനെയാണ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കളക്ടറുടെ ചുമതല നൽകിയിട്ടുള്ളത്. പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്ററായി കോട്ടയം ഡെപ്യൂട്ടി കളക്ടറെയും നിയമിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ശബരിമല ക്ഷേത്രത്തിലേക്ക് സുഗമമായ യാത്ര ഉറപ്പാക്കാനും ടൂറിസം വികസിപ്പിക്കാനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണകരമാക്കാനും അന്താരാഷ്ട്ര മലയാളി സമൂഹത്തിന് വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനാവുമെന്നും സാമൂഹ്യാഘാത റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമി ഏറ്റെടുപ്പ് 285 വീടുകളെയും 358 ഭൂവുടമകളെയുമാണ് നേരിട്ട് ബാധിക്കുമെന്നായിരുന്നു പാരിസ്ഥിതിക ആഘാത പഠനം. കൂടാതെ ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിൽ താമസിക്കുന്ന 221 കുടുംബങ്ങൾ കൂടി കുടിയൊഴിപ്പിക്കേണ്ടി വരും. എസ്റ്റേറ്റിലെ റബ്ബറും ആഞ്ഞിലിയും പ്ലാവും തേക്കും അടക്കം 3.25 ലക്ഷത്തോളം മരങ്ങളും വെട്ടിമാറ്റേണ്ടി വരുമെന്നും സാമൂഹികാഘാത പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മതിയായ നഷ്ടപരിഹാരം നൽകി പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. എരുമേലി വിമാനത്താവളം പ്രവർത്തന സജ്ജമാകുമ്പോൾ കുടിയിറക്കേണ്ടി വരുന്നവരുടെ പേര് സഹിതം 360 പേജുകളുള്ള റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ പുലിയന്നൂർ ബൈപ്പാസ് ജംഗ്ഷൻ അപകട മേഖലയായി മാറി. വ്യാഴാഴ്ച രാവിലെയുണ്ടായ ബൈക്ക് അപകടത്തിൽ പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥി മരണമടഞ്ഞു. പാലാ പുലിയന്നൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ വീണ്ടും വാഹനാപകടം. രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിലെ 2ാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി വെള്ളിയപ്പള്ളി സ്വദേശി മണ്ണാംപറമ്പിൽ അമൽ ഷാജിയാണ് മരിച്ചത്. അമൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറിന്റെ പുറകിലിടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ അമലിന്റെ ശരീരത്തിലൂടെ എതിർദിശയിൽ വന്ന വാഹനം കയറിയിറങ്ങി. ഉടൻ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പുലിയന്നൂർ ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവായിട്ടും യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല. തിങ്കളാഴ്ച ഇവിടെ കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. നാട്ടകം മേഖലയിൽ ഉൾപ്പെടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. നാട്ടകത്തെ വാട്ടർ ടാങ്കിന് മുന്നിൽ റീത്ത് വെച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. നാട്ടകം, മൂലമട്ടം, ചിങ്ങവനം മേഖലകൾ രൂക്ഷമായ വരൾച്ചയെ നേരിടുകയാണ്. ഇവിടെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നാട്ടകത്ത് സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്കിന്റെ ചുവട്ടിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധ സമരം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിബി മേടയിൽ, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ബ്ലോക്ക് കമ്മിറ്റി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നാഗമ്പടത്തെ പെറ്റ് ഷോപ്പിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 11 നാടൻ തത്തക്കുഞ്ഞുങ്ങളെ വനം വകുപ്പ് പിടികൂടി. തത്തക്കുഞ്ഞുങ്ങളെ വനം വകുപ്പ് തന്നെ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കോട്ടയം നാഗമ്പടത്തെ വെറൈറ്റി പെറ്റ് ഷോപ്പിൽ നിന്നാണ് 2 ആഴ്ച മാത്രം പ്രായമുള്ള നാടൻ തത്തക്കുഞ്ഞുങ്ങളെ വനം വകുപ്പ് അധികൃതർ പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് വനം വകുപ്പ് തത്തക്കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്തത്. നാടൻ തത്തക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നതും വളർത്തുന്നതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. അതിനാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ തത്തക്കുഞ്ഞുങ്ങളെ വനം വകുപ്പ് തന്നെ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കോട്ടയത്തെ ഫോറസ്റ്റ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവയെ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽ കല്ലിലേക്ക് ഇനി ബസ്സിൽ പോകാം. കാഞ്ഞിരം കവലയെയും പാലായെയും ബന്ധിപ്പിച്ച് സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കൽ കല്ലിലേക്ക് സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു. മാണി സി കാപ്പൻ MLA സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കാഞ്ഞിരം കവല പാലയാണ് റൂട്ട്. കുഴിത്തോട്ട് ഗ്രൂപ്പാണ് കാഞ്ഞിരം കവലയെയും പാലയെയും ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിച്ചത്. കാഞ്ഞിരം കവലയിൽ നടന്ന ചടങ്ങിൽ മാണി സി കാപ്പൻ MLA പുതിയ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പഴുക്കാക്കാനം മങ്കൊമ്പ് ക്ഷേത്രം ഈരാറ്റുപേട്ട വഴി സർവീസ് പാലായിലെത്തും.
പഴുക്കാക്കാനത്ത് നിന്നും 1.5 കിലോമീറ്റർ മാത്രമാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് ഉള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ സഞ്ചാരികൾക്കായി ബസ് ഇല്ലിക്കൽ കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെയും എത്തും. പാലായിൽ നിന്നും 7:57, 12:20, 4:50 എന്നീ സമയങ്ങളിലും കാഞ്ഞിരംകവലയിൽ നിന്നും രാവിലെ 5:30, 10:05, 2:40 എന്നീ സമയങ്ങളിലുമാണ് ട്രിപ്പ് ആരംഭിക്കുന്നത്. ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ പഴുക്കാക്കാനം മേഖലയിലെ യാത്രാക്ലേശത്തിനും പരിഹാരമാകും. മേലികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു സോമൻ, മൂന്നിലവ് പഞ്ചായത്ത് പ്രസിഡന്റ് PL ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മറിയാമ്മ ഫെർണാണ്ടസ്, ജോയിസ് കറിയ, TK ബെഞ്ചമിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് ഐക്യദാർഢ്യ പ്രതിഷേധ റാലി നടത്തി. കർഷക സംഘം സംസ്ഥാന അംഗം R നരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഷാജി നല്ലേപ്പറമ്പിൽ അധ്യക്ഷനായി. P ബാലചന്ദ്രൻ, ബെജു കെ ചെറിയാൻ, OM അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. ഈ രീതിയിൽ കൃഷിക്കാരെ ദ്രോഹിക്കുന്ന, അവരുടെ കൃഷിയും കൃഷിഭൂമിയും ഉപേക്ഷിക്കാനിടയാക്കുന്ന, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന നയങ്ങൾ തിരുത്തി കൊടുക്കാൻ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക മാത്രമാണ് അതിന്റെ മാർഗം എന്ന നിലയിലേക്ക് ഇന്ത്യയിലെ കൃഷിക്കാരെത്തിച്ചേർന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രക്ഷോഭ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 19 മുതൽ 23 വരെ നടക്കും. മാർച്ച് 22 വെള്ളിയാഴ്ചയാണ് ശ്രേഷ്ഠമായ ജീവത എഴുന്നള്ളത്ത്. നാടിന്റെ കാവൽ ദേവതയായ പാലാ വെള്ളപ്പാട് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവത്തിന് ഈ മാസം 19 തുടക്കമാകും. അന്നേ ദിവസം രാവിലെ 9:30 ഉമാമഹേശ്വരന്മാർക്ക് കലശാഭിഷേകവും ഉമാമഹേശ്വര പൂജയും നടക്കും. 11 മണിക്കാണ് പൂമൂടൽ. 20-ാം തീയതി രാവിലെ 9:30 ഭദ്രകാളി ദേവിക്ക് കലശാഭിഷേകവും ഭദ്രകാളി പൂജയും ഉണ്ടാവും. മാർച്ച് 22 വെള്ളിയാഴ്ചയാണ് ശ്രേഷ്ഠമായ ജീവിത എഴുന്നള്ളത്ത് പുറപ്പാട്. വൈകിട്ട് 4 മണിക്ക് ജീവിത എഴുന്നള്ളത്ത് പുറപ്പെടും. വൈകിട്ട് 6:30 ലാലം ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെഴുന്നള്ളും. മാതൃഭാവത്തോടെ നമ്മുടെ കാവൽ ദേവതയായി ഭഗവതി കുടികൊള്ളുന്ന മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ പാലാ വെള്ളാപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 2024 മാർച്ച് 19 മുതൽ മാർച്ച് 23 വരെ ആഘോഷിക്കപ്പെടുന്നു. തിരുവുത്സവം 1-ാം ദിവസം, അതായത് 2024 മാർച്ച് 19 ചൊവ്വാഴ്ച രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 8:30 രാവിലെ കലശപൂജ, 9:30 ഉമാമഹേശ്വരന്മാർക്ക് കലശാഭിഷേകം, 10 മണിക്ക് ഉമാമഹേശ്വര പൂജ, വൈകിട്ട് 5 ദുർഗാ സഹസ്രനാമ പാരായണം, അതിനുശേഷം വൈകിട്ട് 7 മണിക്ക് നിരവധി ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ ഒരു വയലിൻ ഫ്യൂഷൻ അപർണ ബാബു ആൻഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്റ്റേജ് പ്രോഗ്രാമുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് വയലിൻ ഫ്യൂഷൻ, ഗാനമേള, നൃത്തനൃത്യങ്ങൾ എന്നീ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കാത്ത സർക്കാരുള്ളത് കേരളത്തിൽ മാത്രമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തോമസ് ചാഴികാടന്റെ വിജയത്തിനായി പാലായിൽ നടന്ന LDF നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലയിൽ LDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കേന്ദ്രത്തിന്റെ മുന്നിൽ മുട്ടുമടങ്ങാത്ത ഏക സർക്കാരുള്ളത് കേരളത്തിൽ മാത്രമാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ സാമ്പത്തിക പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടും കോടതിയിൽ പോയി അർഹതപ്പെട്ടത് പിടിച്ചുവാങ്ങാൻ കേരളത്തിന് കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്രമായിട്ടുള്ള സമീപനത്തിൽ 8 വർഷക്കാലമായി കേന്ദ്രം നമ്മളെ വലിച്ചു കൊടുക്കുകയില്ലേ. വികസന കാര്യങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പകരം പിന്തുണയില്ലെന്ന് മാത്രമല്ല, നമ്മളെ കടകൊണ്ടിരിക്കാൻ കഴിയുന്ന വിധത്തിൽ നാനാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾ ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ മുട്ടുപടച്ചിട്ടില്ല. നമ്മുടെ അധികാരികളെയും ജനങ്ങളെയും അവകാശത്തെയും സംരക്ഷിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് ചിത്രമാണ് കാണാൻ കഴിയുന്നത്. കേന്ദ്രം സമീപനങ്ങളും നയങ്ങളിലും മാറ്റം വരുത്തി, സാമ്പത്തിക പ്രതിരോധം ഏർപ്പെടുത്തി. മതേതര കാഴ്ചപ്പാട് തകരുന്ന സ്ഥിതിയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലം ഉണ്ടാകുന്നത്.
CAA നടപ്പാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമാണ്. ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർക്കാനുള്ള നീക്കത്തിനെതിരായ താക്കീതായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം UDF കൺവെൻഷനിൽ ഷിബു ബേബി ജോൺ LDF സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ അശ്ലീല പരാമർശത്തെയും മന്ത്രി റോഷി അഗസ്റ്റിൻ വിമർശിച്ചു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമോ എന്ന് തീരുമാനിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കുന്നതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനം മുൻനിർത്തിയാണ് ഇത്തവണ വോട്ട് ചോദിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. 4100 കോടി രൂപയുടെ വികസനം കോട്ടയത്ത് കൊണ്ടുവരാനായെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി അംഗം ലാലിച്ചൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി AV റസൽ, LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു, ഡോക്ടർ ഷാജി കടമല, അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ഇതോടൊപ്പം ഭക്തജനങ്ങളുടെ എണ്ണ സമർപ്പണത്തിനും ആരംഭം കുറിച്ചു. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഏപ്രിൽ 9 മുതൽ 16 വരെ നടക്കുന്ന തിരുവുത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും ഭക്തജനങ്ങളുടെ എണ്ണ സമർപ്പണത്തിനും തുടക്കമായി. ക്ഷേത്രസന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരുവുത്സവ നോട്ടീസ് പ്രകാശനം മീനച്ചിൽ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായർ നിർവഹിച്ചു. കടപ്പാട്ടൂർ ദേവസ്വം വൈസ് പ്രസിഡന്റ് PS ഷാജികുമാർ ആദ്യ എണ്ണ സമർപ്പണം നടത്തി. ആറാട്ട് ദിനമായ ഏപ്രിൽ 16 വരെ ഭക്തജനങ്ങൾക്ക് എണ്ണ സമർപ്പിക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. 3000 രൂപയാണ് സമർപ്പണ സംഖ്യ. വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ വണ്ടാനത്ത്, ട്രഷറർ സജൻ എടച്ചേരി, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വിനിൽ V നായർ, ഗോപാലകൃഷ്ണൻ നായർ, ബോർഡ് മെമ്പർമാരായ മുരളി, ദീപു, സുരേഷ്, രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി പുതുപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന പകൽ വീടുമായി ബന്ധപ്പെട്ട് യാത്രാ ആവശ്യത്തിലേക്കായി ടാക്സി പെർമിറ്റുള്ള ട്രാവലർ, ടൂറിസ്റ്റർ തുടങ്ങിയ ഇനത്തിലുള്ള വാഹനങ്ങൾ 1/4/2024 മുതൽ 31/3/2025 വരെ കരാറടിസ്ഥാനത്തിൽ എടുക്കുന്നതിലേക്കായി ദർഗാസുകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മാർച്ച് 20 12 മണിക്ക് മുമ്പായി അപേക്ഷകൾ നൽകേണ്ടതാണ്. ഫോൺ 0481-2563-611. പത്തനംതിട്ട ജില്ലാ ശുചിത്വ മിഷനുമായി ചേർന്ന് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ യൂത്ത് വാളണ്ടിയേഴ്സായി 31 വരെ പ്രവർത്തിക്കുന്നതിന് യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സോഷ്യൽ വർക്ക്, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് കോഴ്സുകൾ പൂർത്തീകരിച്ചവർക്കും പഠിക്കുന്നവർക്കും മുൻഗണന. യാത്രാ ബാത്ത, ടെലിഫോൺ അലവൻസ് എന്നിവ നൽകും. വിവരങ്ങൾക്ക് ഫോൺ 9497132581. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വിദ്യാർത്ഥികളായി നടപ്പിലാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയായ സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് 31 വരെ അപേക്ഷിക്കാം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരുമോ മരിച്ചതും നിർധരരുമായ കുടുംബങ്ങളിൽപ്പെട്ടവരും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം, പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണിത്. പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. നേരിട്ടയക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല. വിവരങ്ങൾക്ക് kssm.ikm.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല വിമാനത്താവള നിർമ്മാണം ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഇറങ്ങി. 1000.28 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കും. ആക്ഷേപങ്ങൾ അറിയിക്കാൻ സമയം. പാലാ പുതിയന്നൂർ ബൈപ്പാസ് ജംഗ്ഷൻ സ്ഥിരം അപകട മേഖലയാകുന്നു. രാവിലെ ബൈക്ക് അപകടത്തിൽ പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. അപകടം പതിവായിട്ടും മുൻകരുതലെടുക്കാതെ അധികൃതർ. നാട്ടകം, ചിങ്ങവനം മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാത്തതിനെതിരെ കോൺഗ്രസ്. നാട്ടകത്തെ കുടിവെള്ള ടാങ്കിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.